cookershow.com. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചുള്ള ഇറച്ചിപ്പത്തിരിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ വേവിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ട് വേവിച്ച് മിക്സ് ചെയ്തെടുത്തതാണ് 1 കപ്പ്. സവാള ചെറുതാക്കി അരിഞ്ഞത് 2 എണ്ണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ വീതം. മല്ലിയില കുറച്ച്. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. പത്തിരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് മാവ്, സ്വല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് പൂരിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ കുഴച്ച് ഉരുട്ടി വെച്ചത്. ഇറച്ചിപ്പത്തിരിക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്. ഇറച്ചിപ്പത്തിരി ശരിക്കും ഒരു മലബാരി ഐറ്റമാണ്. അവരുടെ ഐറ്റം ഒന്നും ഒരിക്കലും സ്പൈസി ആവില്ല. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഏകദേശം ഒരുമാതിരി വാടിക്കഴിഞ്ഞ് ആവശ്യത്തിന് സ്വല്പം ഉപ്പും നന്നായി ഇളക്കി മിക്സ് ചെയ്ത ചിക്കൻ ഇതിലൂടെ ചേർക്കുന്നതാണ്. ശരിക്കും ഇതിൽ തന്നെ ഒന്ന് ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം മസാലയെല്ലാം കൂടി നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് പരത്തിയ മാവിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. മാവ് കുഴക്കുമ്പോൾ ഒട്ടും ലൂസായി പോകരുത്. കറക്റ്റ് ഒരു പൂരിയുടെയൊക്കെ അതേ പാകത്തിൽ പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയ മാവ് ഒരു കട്ടർ കൊണ്ട്, റിങ്ങർ കൊണ്ടോ ഇങ്ങനെ പരത്തിയ മാവിൻ്റെ അകത്ത് 1 സ്പൂൺ ഫില്ലിംഗ്, നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് വേറൊരു പത്തിരി കൊണ്ട് ഇതിൻ്റെ മോള് ജസ്റ്റ് ഒന്ന് അമർത്തുക. തയ്യാറാക്കിയ ഇറച്ചിപ്പത്തിരി ഓരോന്നും ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ വറുത്ത് വരും. വളരെ സ്വാദിഷ്ടമായ ഇറച്ചിപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. സോസോ എന്തോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് യാതൊരു ആർട്ടിഫിഷ്യൽ കളറോ മിക്സിങ്ങോ വേറെ ഒന്നുമില്ല. തനി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ പല റെസിപ്പികൾക്ക് ഞങ്ങളുടെ cookershow.com സന്ദർശിക്കുക.